അല്ലെങ്കിൽ എന്ത് സക്സസ് നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങളെപ്പോഴും ആൾക്കാർ പൊതുവെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കാനുള്ള കാശ് നമുക്ക് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ എനിക്കത് ചെയ്യേണ്ടി വന്നില്ല, പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഞാനത് ചെയ്തു തന്നെ. പക്ഷെ അവർക്ക് അത് പ്രോസസ് ഇൻട്രസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഒരാള് റിസർച്ചറായി മാറണമെങ്കിൽ അയാൾക്ക് വേണ്ട ഒരു സ്കില്ല് ഇതായിരിക്കണം എന്ന് ചോദിച്ചാൽ ആൽഫി എന്തായിരിക്കും? ഇഫ് യു റിയലി വാണ്ട് ടു സക്സീഡ് ഇൻ അക്കാഡമി, നിങ്ങൾ ഒരു പ്രൊഫസർ ആകാൻ എന്തെങ്കിലും തരത്തിലുള്ള അക്കാഡമിക് ജോബ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ US വിളിക്കുക നോൺ റെസിഡന്റ് ഏലിയൻസ് എന്നാണ്. പ്രിൻസ്റ്റൺ വളരെ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണെന്നാണ് പൊതുവെ ആൾക്കാർ പറയുക. പക്ഷെ ഐസർ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ എവരിവൺ, ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് ചേരുന്നത് ആൽഫിയാണ്. ആൽഫി ഐസറിൽ നിന്നാണ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത്. ആൽഫി ഒരു സാധാരണ ഗ്രാജുവേറ്റ് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഗ്രാജുവേറ്റ് ആയിരുന്ന സമയത്ത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് റിസർച്ചറിനുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റ് കൂടിയാണ് ആൽഫി. സോ നമുക്ക് വെൽക്കം ചെയ്യാം ആൽഫീനെ ഈ ഷോയിലേക്ക്. ആൽഫി, വെൽക്കം ടു ദ ഷോ. അപ്പം ഞാൻ ജസ്റ്റ് ആൽഫീനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ആൽഫീനെ കുറിച്ച് തന്നെ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ നമ്മളെ പ്രേക്ഷകരോട്? ഞാൻ കറന്റ്ലി ഒരു PhD സ്റ്റുഡൻ്റ് ആണ്. പ്രിൻസ്റ്റണിലാണ് ചെയ്യുന്നത്. കെമിസ്ട്രിയാണ് സബ്ജക്ട്, മോർ സ്പെസിഫിക്കലി തിയററ്റിക്കൽ കെമിസ്ട്രിയാണ്. അപ്പോൾ ഞാൻ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു ലൈറ്റ് ഒരു മോളിക്യൂൾ തട്ടിക്കഴിയുമ്പോൾ femtosecond ടൈം സ്കെയിലിൽ ആ മോളിക്യൂളിന് എന്ത് സംഭവിക്കുന്നു, അതൊരു ക്വാണ്ടം മെക്കാനിക്കൽ ഒറിജിനിൽ നിന്നാണ്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ആ മോളിക്യൂളിന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു റിസർച്ച് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം ആൽഫി ഐസറിലുള്ള ഒരു സ്റ്റുഡൻറ് തൊട്ട് ഇപ്പൊ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു റിസർച്ചർ വരെയുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ QS വേൾഡ് റാങ്കിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം 6th റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ടോപ്പ് റിസർച്ചേഴ്സിനെ മാത്രം സെലക്റ്റീവ്ലി ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രിൻസ്റ്റൺ എന്ന് പറയും. എങ്ങനെയാണ് അവിടേക്ക് എത്തിയ ഒരു ജേണി? അപ്പൊ എനിക്ക് പണ്ട് മുതലേ ഒരു ക്രിയേറ്റീവ് ജോബ് വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ടായിരിക്കണം ഈ റിസർച്ച് അല്ലെങ്കിൽ സയന്റിസ്റ്റ് എന്ന് കേട്ട് കഴിയുമ്പോൾ അത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു എൻഡേവർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആണ് ഐസറിനെ പറ്റി കേൾക്കുകയും KVPY എന്നൊരു എക്സാം ഉണ്ടായിരുന്നു, അത് എഴുതുകയും +2 തോന്നുന്നു എഴുതിയത്. അങ്ങനെ ഐസറിൽ കയറിയത്. അപ്പോൾ നമുക്ക് ഈ സയന്റിസ്റ്റ് എന്താണെന്നൊന്നും ശരിക്കും അറിയില്ല. നമ്മളിങ്ങനെയുള്ള ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐസറിന്റെ സ്ട്രെങ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡിലുള്ള പല റിസർച്ച് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനുള്ള എക്സ്പേർട്സ് ഇവിടെയുണ്ട്. ഓരോ ഫീൽഡിലും കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നുള്ള ഫീൽഡുകളിൽ, സബ് ഫീൽഡുകളിൽ ഉള്ള എക്സ്പേർട്സ് ആണ് ഇവിടെയുള്ളത്. അവരുടെ കൂടെ റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഇപ്പോൾ ഞാനിവിടെ മഹേഷ് ഹരിഹരൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസറിന്റെ അടുത്താണ് 2nd ഇയർ മുതലേ ചെയ്തത്. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെടുകയും ഞാൻ വിചാരിച്ച പോലെ തന്നെ അത് ആണ് എനിക്ക് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുകയും അത് ഞാൻ 5 ഇയർ വരെ കണ്ടിന്യൂ ചെയ്തു. ആസ് എ റിസൾട്ട് ഐ ഗോട്ട് സം പബ്ലിക്കേഷൻസ്. പിന്നെ പ്രിൻസ്റ്റണിലേക്ക് ഒരിക്കലും പ്രിൻസ്റ്റൺ ആയിരുന്നില്ല ഗോൾ. ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു പ്രൊഫസറിന്റെ വർക്ക് നല്ലപോലെ ഫോളോ ചെയ്യുമായിരുന്നു. ഇറ്റ് ടേൺസ് ഔട്ട് ഹി വാസ് ഇൻ പ്രിൻസ്റ്റൺ. അപ്പോൾ ഞാൻ പ്രിൻസ്റ്റൺ അപ്ലൈ ചെയ്തു. പ്രൊഫസറിന് ഇമെയിൽ അയച്ചു. ഞാൻ പ്രൊഫസറിന് അതിനു മുമ്പ് തന്നെ ഡൗട്ടൊക്കെ വരുമ്പോൾ അയക്കുമായിരുന്നു. പ്രൊഫസർ വളരെ നന്നായി റിപ്ലൈ ഒക്കെ ചെയ്തു. ആ പ്രൊഫസറിന് ഒരു കോണ്ടാക്ട് എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പേപ്പർ വായിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അതിനായി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് ഇതെന്താണ് സംഭവം, ഇതിങ്ങനെ ആണോ, അത് ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ പിറ്റേ ദിവസം തന്നെ പുള്ളിക്കാരൻ റിപ്ലൈ അയച്ചു. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. ഞാനപ്പോൾ അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചു. 5th ഇയർ ആയപ്പോൾ എനിക്കൊന്ന് PhD ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെയാണ് പ്രോസസ്, ഇവിടെ അപ്ലൈ ചെയ്ത് നോക്ക്, കിട്ടുവാണെങ്കിൽ ഐ എം ഹാപ്പി ടു ടേക്ക് യു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. ഹാഡ് എ ഗുഡ് CV. അങ്ങനെ ഞാൻ പ്രിൻസ്റ്റണിൽ ചേർന്നു. ആൽഫി +2 കഴിഞ്ഞ സമയത്ത് തന്നെ നീറ്റും കൂടെ ക്ലിയർ ചെയ്തതാണ്. അപ്പൊ 2 ചോയ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു, ഒന്നെങ്കിൽ MBBS അല്ലെങ്കിൽ ഇതുപോലെ ഐസർ പോലുള്ള ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ നീറ്റ് വേണ്ട, ഐസർ മതി എന്ന് ചൂസ് ചെയ്ത ആ ഒരു തോട്ട് പ്രോസസ് എന്തായിരുന്നു? അതിന് കാരണം എന്താണ് ഐസർ പോലുള്ള ഒരു സ്ഥാപനം ചൂസ് ചെയ്യാൻ? എനിക്ക് പണ്ട് മുതലേ മെഡിസിൻ തീരെ താല്പര്യമില്ലായിരുന്നു.
പക്ഷേ കേരളത്തിലെ ഓരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ നീറ്റ് എഴുതണമല്ലോ. അങ്ങനെ എഴുതിയതാണ്. ആക്ച്വലി ഞാൻ അതിൻ്റെ ലോങ് ടേം കോച്ചിങ്ങിലും ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ആ കോച്ചിങ് തന്നെയാണ് KVPY ഉള്ള എക്സാമിന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് അവിടെ ചേരുമ്പോൾ തന്നെ എനിക്കറിയാം എനിക്ക് റിസർച്ചാണ്, ഐസറിലാണ് പോകേണ്ടതെന്നൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ നീറ്റ് കിട്ടിയെന്നേ ഉള്ളൂ. കിട്ടിയ സമയത്ത് വളരെയധികം പ്രഷർ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്നല്ല, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട്. കാരണം അവർ നോക്കുമ്പം ഡോക്ടറാണ്, അവർക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഡോക്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ സക്സസ് കിട്ടുക, ബാക്കിയെല്ലാം അത്ര സക്സസ് പോരാന്നാണ് അവരുടെ ചിന്താഗതി. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഞാൻ അതിൽ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഐസറിൽ തന്നെ കയറുകയും ആ തീരുമാനം എനിക്ക് പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആൽഫീൻ്റെ പ്രൊഫൈല് ഒരു റിസർച്ചർ മാത്രമല്ല, ആൽഫി സയന്റിഫിക് ഇല്ലസ്ട്രേഷനും കൂടെ ചെയ്യുന്ന ആളാണ് അല്ലേ? ഒരു 4-5 റിസർച്ച് ജേണലിൽ ആൽഫി ഡിസൈൻ ചെയ്ത കവർ പേജ് ഒക്കെ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത് വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആൽഫിക്ക് ഈ 2 കാര്യങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്? ആൽഫിയുടെ റിസർച്ചിന് ഏതെങ്കിലും തരത്തിൽ ഈ സയന്റിഫിക് ഇല്ലസ്ട്രേഷൻസ് ഗുണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അപ്പം ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത് പല തലത്തിലുണ്ട്. അപ്പം നീ ഓൾറെഡി കവർ ആർട്ടിനെ പറ്റി പറഞ്ഞു. അത് എന്താന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഒരു 4-5 പേജ് വെച്ചിട്ടാണ് ഒരു റിസർച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അതൊരൊറ്റ ഫ്രെയിമിൽ ഒരു ആർട്ടായ രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നാണ് ഒരു കവർ ആർട്ടിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. ആക്ച്വലി അതൊരു വേറെ രീതിയിലുള്ളൊരു തിങ്കിങ് ആണ്. നമ്മൾ എഴുതുന്ന പോലെയല്ല നമ്മൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർട്ട് ഉണ്ടാക്കുമ്പോൾ. സോ ആക്ച്വലി ആസ് എ ക്രിയേറ്റർ അതൊരു വെരി മച്ച് ക്രിയേറ്റീവ് പ്രോസസ്സാണ്. നമ്മളെ അത് കുറച്ചും കൂടി ചിന്തിപ്പിക്കും. ആസ് എ റീഡർ ഒരു ജേണൽ വായിക്കാൻ എടുക്കുമ്പോൾ ആ ജേണൽ എന്തുകൊണ്ട് വായിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പൊതുവെ കവർ ആർട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അവർ ആദ്യം നമ്മൾ ഒരു പേപ്പർ മൊത്തം വായിച്ചിട്ടല്ല അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഒരു ആർട്ട് കാണുമ്പോൾ പെട്ടെന്ന് ഇത് കാണാൻ കൊള്ളാമല്ലോ, ഇതെന്താണ് സംഭവം എന്ന് അവരിൽ ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കാനും ഈ രീതിയിലുള്ള ആർട്ട് ഹെൽപ്ഫുള്ളാണ്. ഒരു പുസ്തകത്തിന്റെയൊക്കെ കവർ ഇൻട്രസ്റ്റിംഗ് ആയാൽ ആ പുസ്തകം കൂടുതൽ സെല്ല് ചെയ്യും എന്ന് പറയുന്നത് പോലെ തന്നെ അത് ഒരു ജേണലിനും ഇത് നമ്മൾ എത്രയോ വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പേപ്പറൊക്കെ ഇറക്കുക. അപ്പം അതിന് ഇങ്ങനെ ഒരു ഹൈലൈറ്റ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് തന്നെ സെൽഫ് റിവാർഡിങ്. അത് കവർ ആർട്ടിനെ പറ്റി പറയുമ്പോൾ അത് പോരാതെ തന്നെ സയന്റിഫിക്കലി ആയിട്ട് ഉള്ള സ്കീംസ് ഒരു പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിരിക്കും, അത്ര ആർട്ടിസ്റ്റിക് ആയിരിക്കില്ല. അതെന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ റീഡറിന് കുറച്ചും കൂടി വെൽക്കമിങ് ആക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ വരിക. അപ്പം അങ്ങനത്തെ രീതിയിൽ റിസർച്ച് കുറച്ചും കൂടെ വെൽക്കമിങ് ആക്കുക എന്നുള്ളത് ആണ് ആർട്ട് വഴി what I see. അപ്പോൾ ഈ ഒരു സയന്റിഫിക് റിസർച്ചിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആളുകൾക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കില്ല പല റിസർച്ചും. ഒരു കോമൺ ഓഡിയൻസിന് അല്ലെങ്കിൽ പൊതുവെ പബ്ലിക്കിന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഈസി ടു അണ്ടർസ്റ്റാൻഡിങ് ആക്കി മാറ്റാൻ ഇത് തരത്തിലുള്ള ഇല്ലസ്ട്രേഷൻസ് അതൊക്കെ ഗുണം ചെയ്യുന്നതായിട്ട് ആൽഫിക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ സ്കീംസ് എന്ന് പറയുന്ന പേപ്പറിലുള്ളത്. കുറച്ചും കൂടെ ആ എഴുത്തിനെ ഒരു അസിസ്റ്റ് ചെയ്യാനാണ് അങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവുക. പിന്നെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളിപ്പം ഒരു കാറ് പോകുന്നു, എതിരെ ഒരു കാറ് വരുന്നു, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എത്രയാന്നൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഒരു പടമൊക്കെ ഉണ്ടാവും, ഇങ്ങനെ കാറ് വരുന്നു. അത് ടെക്നിക്കലി നമുക്ക് ആ എഴുത്ത് മാത്രം മതി, പക്ഷെ ആ പടം കൂടെ ഉണ്ടാകുമ്പം നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് റിസർച്ച്. ഓഫ് കോഴ്സ് ഇറ്റ്സ് മോർ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ഒരു ലേമാന് പെട്ടെന്ന് അതിലേക്ക് കടക്കാൻ പറ്റണമെന്നില്ല. അപ്പം ഒരു പരിധി വരെ ഒരു ഫണ്ടമെന്റൽ നോളജ് വേണം. പക്ഷെ അത് കഴിഞ്ഞ് ഇല്ലുസ്ട്രേഷനും വിത്ത് പ്രോപ്പർ റൈറ്റിംഗ് ഐ തിങ്ക് പീപ്പിൾ ക്യാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലുസ്ട്രേഷൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആൽഫിക്ക് +2 കഴിഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതായത് നീറ്റും അതുപോലെ ഐസർ. അപ്പം ആൽഫിക്ക് അത് ചൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ആൽഫി വെരി ഷുവർ അബൌട്ട് ഐസർ ആയിരുന്നു. അത് എപ്പോഴാണ് സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു സ്പാർക്ക് തോന്നി തുടങ്ങിയത്? അത് ഒരു ഒറ്റ നിമിഷത്തിൽ ചുരുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് ഒരു കുട്ടിക്ക് ഒരിക്കലും ഒരു 10ൽ പഠിക്കുന്ന കുട്ടിക്ക് ശരിക്കും എന്താണ് സയൻസ് റിസർച്ച് ഒന്നും ഒരിക്കലും അറിയണമെന്നില്ല.
അവർക്കുള്ള ഒരു ഫാൻറ്റസി ആയിരിക്കും ആ സമയത്ത്. ആ ഫാൻറ്റസി റിയാലിറ്റി ആക്കാൻ പറ്റും എന്നുള്ളത് ഐസർ വഴി പോസിബിൾ ആണെന്ന് ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ എല്ലാവരും MBBS പറയുന്ന പോലെ ഐസേഴ്സ് ഡു എക്സിസ്റ്റ്. ഐസർ മാത്രമല്ല, IISc ഉണ്ട്, TIFR ഉണ്ട്, അങ്ങനെ കുറേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അത് ആ കുട്ടി നോക്കുമ്പോൾ എൻ്റെ ഫാൻറ്റസി എനിക്കപ്പോൾ ഇതിൽ കൂടെ അത് നിറവേറ്റാം എന്ന രീതിയിൽ തുടങ്ങും. അങ്ങനെയാണ് ഞാനും തുടങ്ങിയത്. പിന്നെ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, ഇവിടെ വന്ന് നമുക്ക് റിസർച്ച് ചെയ്യാമല്ലേ. ഐസറിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. അപ്പം റിസർച്ച് ചെയ്യാം എന്ന് തോന്നുകയും ഒരു പ്രൊഫസർ, ഒരു എക്സ്പേർട്ടിൻ്റെ കൂടെയും അവരുടെ അടിയിലുള്ള എക്സ്പേർട്ട് PhDസിൻ്റെ കൂടെയും ആസ് എൻ അണ്ടർ ഗ്രാജുവേറ്റ് നമ്മൾ ചെയ്ത് തുടങ്ങും. അപ്പോൾ വീണ്ടും അതൊരു ആ ഫാൻറ്റസീനെ ഒരു ഫ്യൂൾ ചെയ്യുന്ന പോലെയാണ് അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ അതാണ് ഒരു നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ഒരു റിസർച്ചിൽ ഇൻവോൾവ് ആവുകയും ഒരു സ്കിൽ സെറ്റ് ഏൺ ചെയ്യുകയും ആക്ച്വലി ഒരു പബ്ലിക്കേഷൻ്റെ പാർട്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ കിട്ടും. അങ്ങനെ ഇതൊരു സ്നോ ബോളിംഗ് എഫക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പം വി ഹാവ് ടു ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ ആൻഡ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് നമ്മൾ ഇവൻച്വലി ആ നമ്മുടെ ഫാൻറ്റസീനെ പൂർത്തീകരിക്കുക. അപ്പം അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് എനിക്കതിനെ പറയാൻ പറ്റും. ആൽഫിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന സമയത്ത് ആൽഫിക്ക് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ മൾട്ടിപ്പിൾ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിസർച്ച് പേപ്പറായിട്ട് മാറുക, പബ്ലിഷ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഒരു ടിഡിയസ് ആയിട്ടുള്ള കുറേ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഐസറിൻ്റെ അക്കാഡമിക്സും അത്യാവശ്യം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ റിസർച്ചിന് വേണ്ടി ടൈം കണ്ടെത്തുക? ആ ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് ആൽഫി ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് തോന്നുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ സെക്കൻഡ് ഇയറിലാണ് ഒരു ലാബിൽ ചേർന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഒരിക്കലും ആരും അങ്ങനെ ചേരുന്നില്ലായിരുന്നു. അപ്പം അത്രയും നേരത്തെ ചേർന്നത് ഡെഫിനറ്റ്ലി ബെനിഫിറ്റഡ് മീ. പിന്നെ അപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ ഓൾമോസ്റ്റ് 4 years ആണ്. അതുമാത്രമല്ല കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് വെരി ഗുഡ് ഫാക്കൽറ്റി ഹിയർ. അവർ നല്ലപോലെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ ഒരു 75-80% നമുക്ക് മനസ്സിലാവും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചോദിക്കാം, അവരപ്പം തന്നെ ക്ലിയർ ചെയ്യും. പിന്നെ നമുക്ക് TAs വന്ന് ഫർദർ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ. അപ്പം അപ്പം തന്നെ നമുക്ക് കോഴ്സ് ഒന്ന് ക്ലിയർ ആവും. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള ഫണ്ണായിട്ടുള്ള രീതിയിൽ പഠിച്ചു കഴിയുമ്പോൾ അധികം സമയമൊന്നും അതിനെടുക്കില്ല. ഇച്ചിരി ടൈറ്റ് ആണെങ്കിൽ കൂടെ നമ്മൾ +2 എത്രമാത്രം പഠിക്കുന്നതാണ്, അത്രയൊന്നും ഐസറിൽ അല്ലെങ്കിൽ ഇനി +2 കഴിഞ്ഞിട്ടുള്ള കോഴ്സുകളിലൊന്നും അത്രയും ബ്രോഡല്ല, ഇച്ചിരി ഫോക്കസ്ഡ് ആയിരിക്കും. ഇപ്പം ഒന്നിനെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ കോഴ്സസ് ഒക്കെ ആയിരിക്കണം. അപ്പം ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി മച്ച് മാനേജബിൾ. മാത്രമല്ല റിസർച്ചൊക്കെ ഞാൻ അത് ഫൺ പ്രോസസ്സ് കൂടെ ആയതുകൊണ്ട് സമയം പോകുന്നതൊന്നും ഞാൻ അറിയാറില്ല. ഞാനിവിടെ രാത്രി 9 മണി 10 മണി ചില സമയത്ത് 3 മണി വരെയൊക്കെ ലാബിലിരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഒരു വർക്കായിട്ടൊന്നും എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ അത് ഒരു പ്രോബ്ലം ഇല്ലാതെ പോവുകയും അങ്ങനെ പിന്നെ സെക്കൻഡ് ഇയർ മുതലേ തുടങ്ങിയതുകൊണ്ട് അത്രയും ടൈം ലഭിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അത്രയും പബ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയത്. ഐസറിൽ പഠിക്കുന്ന ഒരു കുട്ടി 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതായത് ചില കുട്ടികൾ ഇപ്പൊ ആൽഫി ചെയ്തതുപോലെ ഒരു ലാബിൽ വർക്ക് ചെയ്ത് സ്ഥിരം ആ ലാബിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം ആൽഫി സെക്കൻഡ് ഇയർ തൊട്ട് നമ്മളെ മഹേഷ് ഹരിഹരൻ സാറിന്റെ ലാബിലായിരുന്നു ജോയിൻ ചെയ്തത്. പക്ഷെ ചില കുട്ടികൾ മൾട്ടിപ്പിൾ ലാബ്സിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടത്തുള്ള റിസർച്ച് എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് ഏതാണ് എൻ്റെ റിസർച്ച് ഏരിയ എന്നുള്ളത് തീരുമാനിക്കുള്ളൂ. അപ്പം ആൽഫിക്ക് അങ്ങനെ ഒരു ആസ്പെക്ട് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് എടുത്ത ഫീൽഡ് ആയിരുന്നില്ല എൻ്റെ ഫീൽഡ്, അല്ലെങ്കിൽ ഞാൻ വേറൊന്നും ട്രൈ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഇൻ ദാറ്റ് റിഗാർഡ് ഐ വാസ് ലക്കി. ഞാൻ വിചാരിച്ച ഒരു ലാബ് തന്നെയാണ് എനിക്ക് ആദ്യം തന്നെ കിട്ടിയത്. അപ്പം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ആൾക്ക് അങ്ങനെ തോന്നാം. ഇപ്പൊ ഒരു ലാബിൽ ചേർന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് ഉള്ളതാണെന്നില്ല. അപ്പൊ ഇങ്ങനത്തെ റൊട്ടേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അത് ചെയ്ത് തന്നെ. വി ഹാവ് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യുന്ന പ്രൊഫസേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പം ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ. സോ ഇഫ് അങ്ങനത്തെ ഒരു കേസ് ഐസറിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ ഈസിയായി സോൾവ് ചെയ്യാവുന്നതാണ്. ആൽഫിയുടെ ട്രാക്ക് റെക്കോർഡിൽ
ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു നോബൽ ലോറേറ്റുമായിട്ടുള്ള കൊളാബറേറ്റ് ചെയ്ത് അദ്ദേഹം ഓതറായിട്ട് വരുന്ന ഒരു പേപ്പറാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു കൊളാബറേഷൻ സംഭവിച്ചത്? ആൻഡ് അതിൽ നിന്നും കിട്ടുന്ന ഇൻസൈറ്റുകൾ എന്തൊക്കെയാണ്? അതായത് ഒരു വേൾഡ് ഫേമസ് ഫിഗറുമായിട്ട് വർക്ക് ചെയ്യുമ്പം എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ആൽഫി അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത്? അപ്പൊ എങ്ങനെയാണ് ഈ വർക്കിൽ ഇൻവോൾവ് ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ PI ഗ്രെഗറി സ്കോൾസ്, ഞാൻ അവിടെ PhD ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൂടെയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഒബ്വിയസ്ലി അദ്ദേഹത്തിന് കുറെ കൊളീഗ്സ് ഉണ്ട് ഹു ആസ്ക് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഒരാളാണ് നോബൽ ലോറേറ്റ് ആയ റോജർ പെൻറോസ്. അപ്പം അദ്ദേഹത്തിന്റെ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ബിഗ് ക്വസ്റ്റ്യൻസ് ഹി ഹാവ് നൗ, ബ്രെയിൻ കോൺഷ്യസ്നെസ്സിനെ പറ്റിയാണ്. അതായത് ബ്രെയിൻ കോൺഷ്യസ്നെസ്സിന് ക്വാണ്ടം മെക്കാനിക്കൽ ഒറിജിൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഡയറക്റ്റ്ലി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം. അപ്പം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രോട്ടീനാണ് മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. അപ്പം അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റഫ് ഹാപ്പനിങ്, അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ആ സമയത്ത് ലാബിൽ ഗ്രെഗറി സ്കോൾസിൻ്റെ സ്റ്റുഡൻ്റായി ഞാൻ ഉണ്ടായിരുന്നു. ആൻഡ് ആ ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യാനുള്ള സ്കിൽ സെറ്റ് എനിക്ക് ഐസറിൽ നിന്നുള്ള ട്രെയിനിങ് കൊണ്ടും പിന്നെ ഫർദർ പ്രിൻസ്റ്റണിൽ നിന്നുള്ള ട്രെയിനിങ് കൊണ്ടും ഉണ്ടായിരുന്നു. അപ്പം എന്നെ അതിൽ ചേർക്കുകയും അങ്ങനെയാണ് ഞാൻ ആ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയത്. അപ്പം വളരെയധികം ലക്കുണ്ട്. ആ കറക്റ്റ് ടൈം ഞാൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അതിൽ കയറാൻ പറ്റി. അപ്പം ഇവരിൽ നിന്ന് എനിക്ക് ലഭിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് ഒരിക്കലും ആദ്യം തന്നെ എന്താണ് റിസർച്ച് എന്താണെന്നൊന്നും അറിയില്ല. അവർക്ക് എന്താണ് ആ സയൻറ്റിഫിക് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ വേൾഡിന് വേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം ഇവരെ പോലെയുള്ള എക്സ്പേർട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഓ ശരിയാ, ഇങ്ങനെ ഒരു പ്രോബ്ലം നിലവിലുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അങ്ങനത്തെ കുറേ ആയിട്ടുള്ള നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതാണ് വെരി മച്ച് പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ നിന്ന് കിട്ടിയത്. ആൽഫി ഐസറിലുള്ള ലാബുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ലാബുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് കൾച്ചർ, ഇന്ത്യയിലും പുറത്തുള്ള വർക്ക് കൾച്ചറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയിൽ കുറച്ചും കൂടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയിൽ ഞാൻ അണ്ടർ ഗ്രാജുവേറ്റും അവിടെ PhD ആണ് ചെയ്തത്. അപ്പം തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ടു ഡു റിസർച്ച്. കാരണം നമുക്ക് വലിയ ഗോൾസ് ഒന്നും നമുക്ക് സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് അതൊരു ഫൺ പ്രോസസ്സാണ്. അപ്പം നമുക്ക് അധികം ടെൻഷനൊന്നും ഇല്ലാതെ റിസർച്ചൊക്കെ ചെയ്തങ്ങ് പോകാം. അപ്പം വളരെ ഫണ്ണായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ഇവിടെ. പക്ഷേ ആസ് എ PhD ആൻഡ് പ്രിൻസ്റ്റൺ പോലെയുള്ള സ്ഥലങ്ങളിലാകുമ്പം നൗ യു ഹാവ് എ ഗോൾ, യു ഹാവ് ടൈം ടു ടൈം ലിമിറ്റ് ഉണ്ട്. 5 കൊല്ലത്തിനുള്ളിൽ റിസർച്ച് ചെയ്ത് തീർക്കണം. ആൻഡ് ദ ക്വസ്റ്റ്യൻസ് യു ആസ്ക് ആർ മോർ സീരിയസ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്യണം. അപ്പം അവിടെയാണ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വളരെയധികം പ്രഷറായിരിക്കും. ഐ എം സ്റ്റിൽ ഇൻട്രസ്റ്റഡ്, സോ ഇറ്റ് വാസ് ഫൈൻ. പക്ഷേ അവിടെ എനിക്കറിയാം, ഞാൻ കാണുന്നതാണ്, പലർക്കും അവിടെ കിട്ടി, പ്രിൻസ്റ്റണിൽ കിട്ടി, പിന്നെ അവിടെ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ വന്നവരുണ്ട്. പക്ഷേ അവർക്ക് അത് പ്രോസസ് ഇൻട്രസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് നമുക്ക് കാണാം. അപ്പം അവിടെയൊക്കെ അത് വളരെ കോമൺ ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ കൗൺസിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പം PhD ഇൻ സച്ച് കോമ്പറ്റേറ്റീവ് പ്ലേസസ് ക്യാൻ ബി ഹാർഡ്. സോ നിങ്ങൾക്ക് ആ ഡ്രൈവ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നുമല്ല, അത് വളരെയധികം പോസിബിൾ ആണ്. ബട്ട് യു ഹാവ് ടു പുട്ട് മോർ വർക്ക് ഒബ്വിയസ്ലി ദാൻ വാട്ട് യു ഹാവ് ഡൺ ഇൻ അണ്ടർ ഗ്രാഡ്. അത് ഇവിടെ ഐസർ PhD ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അവിടെ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിരിക്കും. ആൾക്കാരൊക്കെ പല ഇൻ്റർനാഷണൽ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പം നമുക്കിവിടെയെല്ലാം നമ്മുടെ ഫ്രണ്ട്സിനെ പോലെയൊക്കെ ആയിരിക്കും. എടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരുടെ കൂടെ ഫണ്ണായിട്ടും ചായ കുടിക്കാനൊക്കെ പോയി അങ്ങനെ. പക്ഷെ അവിടെ നമ്മൾ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിരിക്കും. നമ്മുടെ മദർ ടങ് ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പം നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കണം. അവരും ഇംഗ്ലീഷുകാരൊന്നും ആയിരിക്കില്ല. ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മളതൊക്കെ മനസ്സിലാക്കി അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വർക്ക് ചെയ്യണം. അതാണ് ഒരു ഇൻ്റർനാഷണൽ സ്ഥലത്ത് പോകുന്നുള്ള ഡിഫറൻസ്.
ഐസറിലെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അബ്രോഡ് പോകാൻ നോക്കുമ്പം 2 തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ യൂറോപ്പിലും പോവാം, അതുപോലെ US-ലും പോവാം. പക്ഷെ 2 സ്റ്റൈലിലാണ് PhD അല്ലേ. യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ഡ്യൂറേഷനിൽ വ്യത്യാസമുണ്ട്, US-ൽ കുറച്ചും കൂടി ഡ്യൂറേഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ US-ലാണെന്നുണ്ടെങ്കിൽ ടീച്ചിങ് അസിസ്റ്റൻസ് അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പം ആൽഫി ഇപ്പം പ്രിൻസ്റ്റണിൽ എത്താനുള്ള കാരണം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ ഐസറിൽ നിന്നും പുറത്തേക്ക് പോകുമ്പം ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റി ഒന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇവര് US കൺസിഡർ ചെയ്യുന്നതാവോ നല്ലത്, അതോ യൂറോപ്പ് കൺസിഡർ ചെയ്യുന്നതാവോ നല്ലത്? അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ വരുന്നത്? അപ്പം വളരെയധികം വ്യത്യാസമുണ്ട് ഇത് രണ്ടും തമ്മിൽ. അപ്പം ഞാൻ ആദ്യം US-ൻ്റെ അത് പറയാം. US എന്ന് പറഞ്ഞാൽ വളരെയധികം ട്രെയിനിങ്ങും കൂടെ ഇൻവോൾവ് ആണ്. അപ്പം യൂഷ്വലി 5-year പ്രോഗ്രാമാണ്. അതിൽ ഫസ്റ്റ് 2 years they will actually train you to become an academician. അപ്പോൾ ആദ്യത്തെ 2 കൊല്ലം കോഴ്സസ് എടുക്കണം, അല്ലെങ്കിൽ 1 കൊല്ലം കോഴ്സസ് എടുക്കണം, വേർ യു ടേക്ക് ഗ്രാജുവേറ്റ് ലെവൽ കോഴ്സസ്. അപ്പം അഡ്വാൻസ്ഡ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ റിസർച്ച് അതിൻ്റെ അഡ്വാൻസ്ഡ് രീതിയിലുള്ള കോഴ്സസ് അവിടെ ലഭിക്കും. അങ്ങനെ അത് വളരെ ഹെൽപ്ഫുൾ ആണ്, നമ്മളെ റിസർച്ചിനെ അത് ആക്ച്വലി കേപ്പബിൾ ആക്കും. അതല്ലാതെ തന്നെ ആസ് യു സെഡ് ടീച്ച് ചെയ്യണം, സ്റ്റുഡൻസിനെ നമ്മൾ ടീച്ച് ചെയ്യുന്നുണ്ട്, വി ഹെൽപ്പ് പ്രൊഫസേഴ്സ്. അപ്പം അതൊരു ട്രെയിനിങ് ആണ്. നമ്മൾ ഫ്യൂച്ചറിൽ ഒരു പ്രൊഫസർ ആകുമ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അപ്പം അതിനും നമ്മൾക്ക് ഒരു ട്രെയിനിങ് കിട്ടുകയാണ് അവിടെ. അതാണ് ഫസ്റ്റ് 2 years. ഇപ്പോൾ പ്രിൻസ്റ്റണിൽ സ്പെസിഫിക്കലി ഫസ്റ്റ് ഇയർ കോഴ്സസ് മാത്രവും സെക്കൻഡ് ഇയർ ടീച്ചിങ് മാത്രമാണ്. പക്ഷേ ഇത് കോമൺ അല്ല. അവിടെ ചിലയിടത്ത് നിങ്ങളുടെ എൻറ്റയർ ഫണ്ടിങ് ടീച്ച് ചെയ്താലേ കിട്ടുള്ളൂ. ബട്ട് നെവർദലെസ് ഇറ്റ്സ് എ ട്രെയിനിങ്. നേരെ മറിച്ച് യൂറോപ്പിലാണെങ്കിൽ ഇതൊക്കെ ഇച്ചിരി ഡയൽ ഡൗൺ ആണ്. അവിടെ മെയിൻ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഡയറക്റ്റ് റിസർച്ചാണ്. ഒരു ഇത്രയും 5 years ഒന്നും ഉണ്ടാവില്ല, 3 or 4 years മാക്സ്. അപ്പം അവിടെ യു ആർ കൺസിഡേർഡ് ഓൾറെഡി ട്രെയിൻ. നിങ്ങൾ ട്രെയിൻ ചെയ്ത് നിങ്ങൾക്കെല്ലാം അറിയാം, നേരെ വന്ന് ആ റിസർച്ചിൽ മാത്രം ടൈം സ്പെൻഡ് ചെയ്താൽ. അപ്പം ഇഫ് യു ഫീൽ ലൈക്ക് നിങ്ങൾക്ക് ആ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പ് സെലക്ട് ചെയ്യാം. ഇച്ചിരിയും കൂടെ ഒരു നല്ലൊരു അത്ര കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ അല്ല യൂറോപ്പിലുള്ളത്. പക്ഷേ US എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കോമ്പറ്റീറ്റീവ്. ആൻഡ് ഇഫ് യു റിയലി വാണ്ട് ടു സക്സീഡ് ഇൻ അക്കാഡമി, നിങ്ങൾ ഒരു പ്രൊഫസർ ആകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തലത്തിലുള്ള അക്കാഡമിക് ജോബ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ US തന്നെ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് ദേ ട്രെയിൻ യു ഫോർ ഇറ്റ്. PhD ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് എഫേർട്ടും ടൈമും ഒക്കെ എടുത്ത് ചെയ്യുന്ന വലിയ മെന്റലി ട്രെയിനിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടി ആയിരിക്കും അല്ലേ. ഈവൻ ഇപ്പൊ ആൽഫി പറഞ്ഞു, ആൽഫി thoroughly എൻജോയ് ചെയ്തിട്ടാണ് ലാബിൽ വർക്ക് ചെയ്യുന്നത്. എന്നാലും നമുക്ക് പെർഫോമൻസ് പ്രഷേഴ്സ് ഉണ്ടാവും. ഒരു ഡ്യൂറേഷന്റെ സമയത്ത് ഒരു വർക്ക് തീർക്കണം എന്നുണ്ടാവും. ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും വർക്ക് പുറത്തേക്ക് വരണമെന്നില്ല, റിസൾട്ട് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല. അപ്പൊ ഇതുപോലെയുള്ള പ്രഷർ ആൽഫിക്ക് പ്രിൻസ്റ്റണിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ആൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ജനറലി ആൽഫി ടാക്കിൾ ചെയ്യാറ്? ഡെഫിനറ്റ്ലി. നമ്മൾ യൂഷ്വലി എന്ത് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയാലും ആദ്യം നമുക്കൊരു പ്ലാൻ ഉണ്ടാവും, ഒരു പാത്ത് ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ഇതുവരെ ഏത് റിസർച്ച് ഞാൻ ചെയ്തിട്ടുണ്ടോ ഒരിക്കലും ആ പാത്ത് അത്ര സ്മൂത്ത് ആയിരിക്കില്ല. അതിൻ്റെ ഇടയിൽ എന്തായാലും റോഡ് ബ്ലോക്സ് ഉണ്ടാവും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അക്നോളജ് ദാറ്റ് എന്താണ് അത് അക്നോളജ് ചെയ്യുക, അങ്ങനെ നടക്കുമെന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ സീക്ക് ഹെൽപ്പ്. യു ഹാവ് എന്താണ് പോസ്റ്റ് ഡോക്സ് ഉണ്ട്, കൂടെയുള്ള PhDs ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫസർ ഉണ്ട്. നിങ്ങളൊരു റോഡ് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തന്നെ ഇങ്ങനെ ചുമന്നെല്ലാം ചെയ്യണമെന്നില്ല. അപ്പം അങ്ങനത്തെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കുള്ള പ്രോബ്ലം അവർ പല തവണ ഡീൽ ചെയ്തിട്ടുണ്ടാകും. അപ്പം വളരെ ഈസി ആയിട്ട് അവർക്കത് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ ഉള്ളത് ഇങ്ങനെ വളരെ പ്രഷർ വരുമ്പം ബേൺ ഔട്ടായി പോവാതെ നോക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ കൊണ്ടുവരണം. ഒരു ഇത്ര സമയം വർക്ക് ചെയ്താൽ കുറച്ച് ഹെൽത്തൊക്കെ നോക്കി കുറച്ച് എക്സസൈസ് ചെയ്യുക, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പം മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് തന്നെ ഐഡിയ ഒക്കെ കിട്ടും. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റിസർച്ചറിന് ഏത് ടൈപ്പ് സ്കില്ല് നിർബന്ധമായി വേണം എന്നാണ് ആൽഫി കരുതുന്നത്? ആൽഫി ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു PhD കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു റിസർച്ചർ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാള് റിസർച്ചറായി മാറണമെങ്കിൽ അയാൾക്ക് വേണ്ട ഒരു സ്കില്ല് ഇതായിരിക്കണം എന്ന് ചോദിച്ചാൽ ആൽഫി എന്തായിരിക്കും? വായനാശീലം എന്ന് പറയേണ്ടി വരും. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമല്ല
നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ പ്രൊഫസർ ആയാലും വായിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ പ്രൊഫസറൊക്കെ വായിച്ച് എന്തേരം വായിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. അപ്പോൾ വായനാശീലം ഇല്ലെങ്കിൽ റിസർച്ചർ ആയിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയേണ്ടി വരും. പിന്നെ ഫർദറൊക്കെ ഏത് റിസർച്ച് അനുസരിച്ചിരിക്കുന്ന ഉള്ളതാണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? അതും വായിച്ചാണ് കിട്ടുന്നത്. അപ്പം വായിക്കുകയും നോളജ് ഇൻടേക്ക് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ അതിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ റിസർച്ച് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ തിങ്ക് റീഡിങ് ഹാബിറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ദാറ്റ് യു ഷുഡ് ഹാവ്. ആൽഫി തന്നെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ റിസർച്ച് ചെയ്യുന്നത് ഈവൻ ഭയങ്കര ടിഡിയസ് പ്രോസസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ബേൺ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ബേൺ ഔട്ട് ആവാതിരിക്കാൻ ആൽഫി ചെയ്യാറുള്ളത്? ഒരു ടിപ്പ് എന്ന് പറയാനുള്ളത് നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളത്. ഇപ്പം നമ്മളൊരു കറി വെക്കുമ്പം നമ്മൾ കുറേ സ്പൈസസ് ഇടുമല്ലോ, അതുപോലെ തന്നെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് സ്പൈസസ് ഇടുക. അതായത് ഫോർ എക്സാമ്പിൾ ഇല്ലുസ്ട്രേഷൻ ഞാൻ മുമ്പ് ചെയ്യുന്ന കാര്യമായിട്ട് പറഞ്ഞല്ലോ. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഇല്ലുസ്ട്രേഷൻ ആക്കുമ്പോൾ അതിലത് ഒരു സ്പൈസ് ഇടുന്ന പോലെയാണ്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും, ഒരു ഫൺ പ്രോസസ്സാണ്. അതുപോലെ തന്നെ വി ഹാവ് ടു ഡെവലപ്പ് ഹോബീസ് വിച്ച് ഈസ് കൈൻഡ് ഓഫ് പാരലൽ ടു ദ റിസർച്ച്. വർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അതിനൊരു സ്പെസിഫിക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ റിസർച്ചിൽ കുറേ ഇക്വേഷൻസ് ഒക്കെ, ഞാൻ തിയറിയാണ് ചെയ്യുന്നത്, കുറേ ഇക്വേഷൻസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത്, അത് മാത്രമല്ല ഞാൻ പണ്ട് പഠിച്ച ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ട്രൈയിങ് ഗെയിം ഡെവലപ്മെൻറ്റ്. അപ്പം അതൊരു ഫൺ പ്രോസസ്സാണല്ലോ, നമ്മളൊരു ഹോബി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അതിൽ നമ്മൾ റിസർച്ചിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് അത് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും നോക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഫൺ പ്രോസസ്സിൽ കൂടിയാണ് അത് നോക്കുന്നത്. അപ്പോൾ അത് വർക്ക് കുറച്ചും കൂടെ ഫൺ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാം. അങ്ങനെ അത് വർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബ്രേക്ക് എടുക്കണം. നമ്മൾ കൃത്യസമയത്ത് ഒരു വീട്ടിൽ പോകുന്ന ഒരു ടൈം സെറ്റ് ചെയ്യണം. ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണം. പിന്നെ എന്താണ് ഫൺ ആക്ടിവിറ്റീസ്, ഞാൻ കുറേ ഗെയിമൊക്കെ കളിക്കും, വിച്ച് ലെഡ് ടു ഗെയിം ഡെവലപ്മെൻറ്റ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഒരിക്കലും പണ്ടൊക്കെ ഞാനാണെങ്കിൽ ഞാനിങ്ങനെ കുറച്ച് ഗെയിമൊക്കെ കളിച്ചാൽ അയ്യോ ഞാൻ പണിയെടുത്തില്ലല്ലോ എന്നൊക്കെ ചിന്ത വരും. അതിലൊന്നും കാര്യമില്ല. എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും. നമുക്ക് എപ്പോഴും തിരിച്ച് രാവിലെ വരുമ്പോൾ ഒരു റീഫ്രഷ്ഡ് മൈൻഡായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു മെൻ്റൽ ഫാറ്റീഗ് ഉണ്ടാകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ബ്രേക്ക് എടുക്കണം. ഇന്ന സമയത്ത് വീട്ടിൽ പോവുക. എക്സസൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഒക്കെ ഉണ്ടാവും. ഹെൽത്ത് നോക്കണം, നല്ല ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ തന്നെ ബേൺ ഔട്ടൊക്കെ കുറച്ച് പോകാം. പിന്നെ വീട്ടുകാരെയൊക്കെ വിളിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൽഫിയുടെ ഈ ഒരു കോൺവെർസേഷൻ കേട്ടിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് മിക്കവാറും ആൽഫിയുടെ പോലെ പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ പോയി PhD ചെയ്യണം, പറ്റുമെങ്കിൽ നോബൽ ലോറേറ്റ് ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യണം, അങ്ങനെ വിചാരിക്കുന്ന ഒരു ആസ്പയറിംഗ് സയൻറ്റിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? നിങ്ങളൊരു ആസ്പയറിംഗ് റിസർച്ചർ ആകുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടാകും. നിങ്ങൾ വളരെയധികം ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയിരിക്കണം എങ്കിൽ. അപ്പം ആ ക്യൂരിയോസിറ്റി കൊണ്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾ ഏതറ്റം വരെ പോകുന്നു, നിങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ടാണ് ഈ ഐസർ പോലുള്ള സ്ഥലങ്ങൾ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പം അത് കാരണം നിങ്ങൾ +1 +2 സയൻസ് എടുക്കുന്നു അല്ലേ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ BSMS ഐസർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എടുക്കുന്നു. അപ്പം അവർ നിങ്ങളെ ട്രെയിൻ ചെയ്യും എങ്ങനെയാണ് ക്യൂരിയോസിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. അതുമാത്രമല്ല നിങ്ങളുടെ വിഷൻ അവർ എക്സ്പാൻഡ് ചെയ്യും. അപ്പം നിങ്ങൾ കൂടുതൽ കാര്യങ്ങളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പം ആ ക്യൂരിയോസിറ്റി ഒരിക്കലും ശമിക്കാതെ കൊണ്ട് നടക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുക. അതിനുവേണ്ടി അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അതിന് ഹെൽപ്പ് വേണ്ടി PhD-കാരെയും പ്രൊഫസർമാരെയും ഒക്കെ കോൺടാക്ട് ചെയ്യുക. ഫണ്ടമെൻ്റൽ കോഴ്സസ് ഒക്കെ നല്ലപോലെ പഠിക്കുക. അങ്ങനെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു ഫൺ പ്രോസസ്സായി നിങ്ങൾ ഇവൻച്വലി വിൽ ബി സക്സസ്ഫുൾ ഇൻ ദാറ്റ് റിഗാർഡ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ആസ്പയറിംഗ് റിസർച്ചേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെപ്പോഴും
വിചാരിക്കും, അല്ലെങ്കിൽ എന്ത് സക്സസ് നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങളെപ്പോഴും ആൾക്കാർ പൊതുവെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവും. ആ ഗോൾ കഴിഞ്ഞായിരിക്കും എൻ്റെ ഹാപ്പിനെസ് ഉള്ളത് ഒരു തെറ്റിദ്ധാരണയുണ്ട് ആൾക്കാർക്ക്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾ കഴിയുമ്പോൾ അടുത്ത ഗോൾ വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്ത ഗോൾ കഴിഞ്ഞായിരിക്കും ഹാപ്പിനെസ് വരിക. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻസും ഓരോ വർക്ക് കഴിഞ്ഞ് കൂടുകയാണ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ യു ഷുഡ് ഫൈൻഡ് ഹാപ്പിനെസ് ത്രൂ ദ പ്രോസസ്സ്. നിങ്ങൾ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡിൽ പോകണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു പേപ്പർ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ ഞാൻ തന്നെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, വളരെ ഗോൾ ഓറിയൻറ്റഡ് ആകുമ്പോൾ. അപ്പം ഇതെപ്പോഴും ഞാനപ്പം അങ്ങനെ ഒരു വളരെ പ്രഷറൈസ്ഡ് സിറ്റുവേഷൻ വരുമ്പം ഒരു പോസ് എടുത്ത് ഐ വിൽ റിമൈൻഡ് മൈസെൽഫ് എന്താണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഹാപ്പിനെസ് തരുന്നതാണ് എന്നുള്ള ഒരു പോസ് എടുത്ത് നമ്മൾ ആലോചിക്കുകയും വീണ്ടും ഒന്ന് റീഎനർജൈസ് ചെയ്ത് ഗോളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അതായത് നമ്മൾ ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷനെ അല്ല ശരിക്കും എൻജോയ് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ജേണിയാണ് നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യുന്നത്. ആൽഫിയുടെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? അതായത് ഒരു 5 to 10 years കഴിയുമ്പോൾ ആൽഫിനെ കാണുന്ന ഏത് പൊസിഷനിലാണ്? ഇതുവരെ എൻ്റെ ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റ് മാറിയിട്ടില്ല. അപ്പം ഒരു പ്രോപ്പർ റിസർച്ചർ, ഒരു പ്രൊഫസർ ആവുക, ഒരു ഇമ്പോർട്ടൻറ്റ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, പുതിയ സ്റ്റുഡൻസിനെ റിസർച്ചിലേക്ക് ഇൻസ്പയർ ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ ഗോൾസ്. അതൊക്കെ എത്രത്തോളം സക്സസ്ഫുൾ ആകുന്നത് എൻ്റെ PhD അനുസരിച്ചിരിക്കും. ആൻഡ് ഐ എം കീപ്പിംഗ് തിങ്സ് എ ലിറ്റിൽ ബിറ്റ് മോർ ഓപ്പൺ. അതാണ് എൻ്റെ ആഗ്രഹമെങ്കിലും ഇപ്പോൾ തിങ്സ് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പ്രിൻസ്റ്റണിലാണെങ്കിൽ തന്നെ PhD കഴിഞ്ഞ് അവിടെ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. ഒരുപാട് കമ്പനീസ് ഡയറക്റ്റ്ലി പ്രിൻസ്റ്റണിൽ വന്ന് നമ്മളെ റിക്രൂട്ട് ചെയ്യും. അപ്പോൾ ഒരു തരത്തിൽ എൻ്റെ PhD അത്ര സക്സസ്ഫുൾ ആയില്ലെങ്കിൽ വൺ ഓഫ് ദീസ് ജോബ്സ് അറ്റ്ലീസ്റ്റ് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ബ്രേക്ക് പോലെ എടുത്തേക്കാം. അതൊരു പോസിബിലിറ്റിയാണ്. ബട്ട് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു റിസർച്ചർ തന്നെയാവുന്ന ഒരാൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി PhD പ്രോഗ്രാമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അയാളുടെ ഏജിൻ്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഘട്ടത്തിലാണുള്ളത്. അപ്പം ഫൈനാൻഷ്യലി ഫീസിബിൾ ആയിരിക്കണം PhD പ്രോഗ്രാം, എങ്കിൽ മാത്രമേ നമുക്ക് PhD പെർസ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ എത്രത്തോളം ഫീസിബിൾ ആണ് ഈ ഒരു PhD പ്രോഗ്രാം എന്ന് പറയുന്നത്? ഒരു സാധാരണ ജോലി പോലെയൊക്കെ നമുക്ക് ഫൈനാൻഷ്യൽ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതുപോലെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണോ PhD എന്ന് പറയുന്നത്? ശരിക്കും അതെ. PhD ആക്ച്വലി US-ലും യൂറോപ്പിലും ഒക്കെ അതൊരു ജോബായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കാനുള്ള കാശ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു മാസം $4,200 ആണ് കിട്ടുന്നത്. ആഫ്റ്റർ റെന്റ് ആൻഡ് ഫുഡ് ഒരു $2,500 വരും, വിച്ച് ഈസ് പ്ലെന്റി ഇനഫ് നമുക്ക് സേവ് ചെയ്യാനും പിന്നെ അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള മണിയൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. സോ ഇറ്റ്സ് ലൈക്ക് എ ജോബ്. ഇവിടെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ കൂടെ നമുക്ക് PMRF പോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നല്ല രീതിയിൽ ജീവിക്കാനുള്ള കാശ് തന്നെ ഗവൺമെന്റ് തരുന്നത്. അപ്പം ഇറ്റ് ഈസ് വെരി ഫീസിബിൾ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും വരുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഇതുപോലെ ഒരു റിസർച്ച് ഒരു കരിയർ ആയിട്ടൊക്കെ എടുക്കാൻ എത്രത്തോളം പോസിബിൾ ആണ്? വളരെയധികം പോസിബിൾ ആണ്. ഇപ്പം മിഡിൽ ക്ലാസ്സുകാർക്കാണല്ലോ ഇപ്പം ഡോക്ടറിനൊക്കെ പോകണം. ആക്ച്വലി ഡോക്ടറിന് കിട്ടുന്നതിനെക്കാട്ടിയും നമുക്ക് ഇപ്പം US-ലും യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ശമ്പളം കിട്ടുന്നുണ്ട്. ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നെ MDയും ഒക്കെ എടുത്തു കഴിഞ്ഞാലാണ് ഒരു ശരിക്കുള്ളൊരു വരുമാനമൊക്കെ തുടങ്ങുന്നത്. അതും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് വെച്ച് മാസം 50,000 അത്രയൊക്കെയാണ് കിട്ടുന്നത്. അപ്പം അതിനെക്കാട്ടിയൊക്കെ നമുക്ക് US-ഉം അല്ലെങ്കിൽ PMRF എടുത്ത് അതുവഴിയൊക്കെ കിട്ടുന്നുണ്ട് ഇന്ത്യയിലും. സോ മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് ഇതൊരു ലക്ഷറി ആണെന്നൊന്നുമില്ല. ഇത് വളരെയധികം ഫീസിബിൾ ആയിട്ടുള്ള, മിഡിൽ ക്ലാസ് ആണെങ്കിലും ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഒക്കെ തന്ന് ഇപ്പം BSMS-ന് തന്നെ KVPY ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറ്റിയെങ്കിലും ഇൻസ്പയർ വഴിയും നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പം നമുക്ക് അധികം ഫീസ് ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് അസിസ്റ്റ് ചെയ്ത് സ്കോളർഷിപ്പ് വഴി തന്നെ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഡെഫിനറ്റ്ലി ഫീസിബിൾ ഫോർ മിഡിൽ ക്ലാസ്. യെസ്. ആൽഫി ഇപ്പം പ്രിൻസ്റ്റണിൽ PhD-ക്ക് പോയി 3 വർഷമായിട്ട് US-ൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് അല്ലേ?
അപ്പം നമ്മളെ 3 വർഷം മുന്നേ ഉള്ള ഐസറിലേക്ക് ലൈഫ് ആലോചിച്ച് നോക്കുന്ന സമയത്ത്, അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്തൊക്കെ മെമ്മറീസ് ആണ് ഐസറിനെ കുറിച്ച് ആലോചിക്കില്ലേ? ഐസർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ് എനിക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ഇവിടെ സയൻസിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫാൻറ്റസിക്ക് വളരെയധികം ഒരു ഹെവൻ പോലെ തോന്നിയൊരു സ്ഥലമാണ്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ലാബ്, മഹേഷ് ഹരിഹരൻ സാറിൻ്റെ കൂടെയുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള PhDs, അവരുടെ കൂടെയൊക്കെ നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു. റിസർച്ചൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാ നേരവും റിസർച്ചും അതുകൂടാതെ കളികളും ഒക്കെയായി വളരെ സന്തോഷത്തോടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇതൊന്നും നമ്മളൊരു പുറത്തൊരു രാജ്യത്ത് പോകുമ്പോൾ കിട്ടില്ല. അവിടെ നമ്മളെപ്പോഴും ഒരു എന്താണ്, നമ്മളെ US വിളിക്കുക നോൺ റെസിഡൻറ്റ് ഏലിയൻസ് എന്നാണ്. അപ്പം നമ്മളെപ്പോഴും അവിടെ ഒരു സെക്കൻഡ് കാറ്റഗറി ആയിരിക്കും. നമ്മുടെ ഹോം കൺട്രിയിൽ കിട്ടുന്ന ഒരു സന്തോഷമൊന്നും അവിടെ ഫുള്ളി കിട്ടണമെന്നില്ല. ഇറ്റ്സ് എ വെരി പ്രൊഫഷണൽ എൻവയോൺമെന്റ്. അപ്പം അതൊക്കെ ഐസറിൽ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ലീവ് കിട്ടിയ സമയത്തും ഒക്കെ ഒന്ന് ഐസറിലേക്ക് വരണം. ഐസറിൽ എന്തായാലും വന്നിരിക്കും. ഇവിടുത്തെ എല്ലാവരും എത്രയോ ഫ്രണ്ട്സ് ഇവിടെ വന്നാൽ, കേരളത്തിൽ വന്നാൽ ഐസറിൽ പഠിച്ചതാണ് ഇവിടെ വരാതെ പോവുകയും. അപ്പം ഡെഫിനറ്റ്ലി മിസ് ഐസർ. ആക്ച്വലി ഐ വുഡ് സേ ഐസർ, പ്രിൻസ്റ്റൺ വളരെ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണെന്നാണ് പൊതുവെ ആൾക്കാർ പറയുക. പക്ഷെ ഐസർ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൽഫിയുടെ കൂടെയുള്ള ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂബിൾ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ആസ്പയറിംഗ് സയൻറ്റിസ്റ്റുകൾക്കും അതേപോലെ സയൻസിനെ കുറിച്ച് അറിയാൻ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്താണ് നോബൽ ലോറേറ്റിൻ്റെ കൂടെയൊക്കെ എങ്ങനെ കൊളാബ് ചെയ്യാം, അതുപോലെ പുറത്തുള്ള വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ എങ്ങനെ വർക്ക് ചെയ്യാം എന്നൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഇൻസൈറ്റുകളും കൂടെ കൊടുത്ത ഒരു കോൺവെർസേഷൻ ആയിരുന്നു. വളരെയധികം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ആൽഫിയുടെ വാല്യൂബിൾ ടൈമിന് വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ കമ്മിങ് ടു അവർ ഷോ. താങ്ക് യു.